അസ്സലാമു അലൈക്കും. ഒരുപാട് കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, ആ കടങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷനുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് കഴിയാവുന്നത് ഏതാണോ അത് നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുക. അത് ഒരു ന്യൂനതയുമില്ലാതെ വളരെ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനോടടുത്ത് നിങ്ങൾ ഇത് നിർവഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ മുഴുവനായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല വീട്ടി തരുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഓരോന്നായിട്ട് പറയാം. 1. സുബഹി നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് തുൻജീന 3 പ്രാവശ്യം നിങ്ങൾ ഓതുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീം സുബ്ഹാനല്ലാഹി തബാറക്കല്ലാഹു റബ്ബുൽ അർശിൽ അളീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 101 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓതണം. അതിനുശേഷം യാ അവ്വലു യാ ആഹിറു എന്ന് 3 പ്രാവശ്യം ഓതുക. വീണ്ടും സ്വലാത്ത് തുൻജീന 3 പ്രാവശ്യം ഓതുക. അതുപോലെ മറ്റൊന്ന്, ജുമാ ദിവസം കുളിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ സൂറത്തുൽ ഖദർ 46 പ്രാവശ്യം ഓതി വെള്ളത്തിലൂതി ആ വെള്ളത്തിൽ അല്പം വസ്ത്രത്തിൽ കുടഞ്ഞ ശേഷം ബാക്കി കുടിക്കുക. ഇങ്ങനെ ഓരോ ജുമായ്ക്ക് ശേഷം വസ്ത്രം ഇടയ്ക്ക് മാറുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ അവൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും. മാത്രമല്ല അറിയാപുറത്ത് നിന്ന് അവൻക്കുള്ള റിസ്കിനെ അള്ളാഹു എത്തിച്ചു തരുകയും ചെയ്യും. വളരെ നല്ല മനസ്സോടുകൂടി ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ചെയ്യുക. മറ്റൊന്ന്, കടം വീടാനുള്ള നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്കാരമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തേടുന്നതൊന്നും തന്നെ പാഴായി പോവുകയില്ല. അപ്പോൾ കടം വീടാനുള്ളൊരു നിസ്കാരം വിവരിച്ചു തരാം. എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിൽ തരുകയും ചെയ്യും. നിസ്കാരം 4 റക്അത്താണ്. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും 10 സൂറത്തുൽ ഫലക്കും ഓതുക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയും 10 കാഫിറൂന സൂറത്തും ഓതി 2 റക്അത്ത് പൂർണ്ണമാക്കി സലാം വീട്ടുക. ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹി അബ്ദിൽ അബ്ദി വൽ വാഹിദുൽ അഹദ് എന്ന് നിങ്ങൾ ചൊല്ലുക. ശേഷം താഴെ കൊടുക്കുന്നതും നിങ്ങൾ ചൊല്ലുക. പിന്നീട് തുടർന്നുള്ള 2 റക്അത്ത് നിസ്കരിക്കണം. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 3 അൽഹാക്കും 3 വൽ അസ്രിയും 3 സിൽസിലയും 3 ഇഖ്ലാസും ഓതി 2 റക്അത്ത് പൂർണ്ണമാക്കിയ ശേഷം വീണ്ടും ഒരു സുജൂദ് കൂടി ചെയ്യണം. അതിനുശേഷം താഴെ കൊടുക്കുന്നതിന് 7 വട്ടം ആ സുജൂദിൽ തന്നെ നിങ്ങൾ ഓതണം. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് താഴെ കാണിക്കുന്നതും 10 വട്ടം നിങ്ങൾ ഓതുക. അള്ളാഹുവാണ് നമ്മുടെ സകല കടങ്ങളും വീട്ടി തരുന്നവൻ. അത് തീർച്ചയായിട്ടും റബ്ബ് നമുക്ക് വീട്ടി തരുക തന്നെ ചെയ്യും. മനമൊരുകി തേടുന്നതൊന്നും ഒരിക്കലും നമുക്ക് റബ്ബ് പാഴാക്കുകയില്ല. ആ ദുആ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. രാത്രി 3-1 ബാക്കിയുള്ളപ്പോൾ ചെയ്യുന്ന അമലുകൾക്കും ദുആക്കും ഉടൻ കബൂലിയത്തുണ്ട് എന്നത് ഓർക്കുക. അള്ളാഹു നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യട്ടെ. ആമീൻ. കടങ്ങൾ വീടപ്പെടാനും നിങ്ങൾക്ക് സ്വയം ഒരു പര്യാപ്തത ലഭിക്കാനും വെള്ളിയാഴ്ച അന്ന് 70 പ്രാവശ്യം ഈ താഴെ കൊടുക്കുന്നത് നിങ്ങൾ ചൊല്ലുക. എന്താ നിങ്ങൾ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അഗ്നിനി ബി ഹലാലിക അൻ ഹറാമിക ബബി ഫളിക അമ്മൻ സിവാക്. എത്ര വലിയ കടമായാലും വീടപ്പെടും. ഉറച്ച വിശ്വാസത്തോടെ റബ്ബിൽ കാര്യം നിങ്ങൾ പറയുക. അതുപോലെ 1001 ഫാത്തിഹ ഓതിയാലും 313 ആയത്തുൽ കുർസി പതിവാക്കിയാലും 1001 ഇഖ്ലാസ് പതിവാക്കിയാലും മലയോളം കടമുണ്ടെങ്കിലും നിങ്ങൾക്കത് വീടപ്പെടുന്നതാണ്. ഈ കാണിക്കുന്ന ആയത്തിന് ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം വീതം നിങ്ങൾ പതിവാക്കിയാൽ കടങ്ങൾ തീർച്ചയായും വീടപ്പെടും. മാത്രമല്ല ഇത് പരീക്ഷകളിൽ പരാജയപ്പെട്ടവന് വിജയിക്കാൻ ഇത് ഓതിയിട്ടുണ്ടെങ്കിൽ വിജയിക്കാനും കാരണമായി തീരും. സങ്കടമുള്ളവന് പരിഹാരം കിട്ടും. അതുപോലെ അറിയാപുറത്തു നിന്നും റിസ്ക് വീതിയായി കിട്ടും. ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ കിട്ടും. അതുകൊണ്ട് ഈ ആയത്തിന് നിങ്ങൾ ഓതുക. അതുപോലെ 41 വട്ടം ഈ ഒരു ആയത്തിനെ പതിവാക്കിയാൽ ദർശനങ്ങളുടെ വാതിൽ മലർക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വ്യാഴാഴ്ച രാത്രി തുടങ്ങി പതിവാക്കി 20-ൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കിത് ചൊല്ലിയാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ ഒടുവിലത്തെ ആയത്തിന് എണ്ണമില്ലാതെ ഓതിയാലും എത്ര നിങ്ങൾക്കുള്ള കടങ്ങളാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് പ്രതിവിധികൾ, ഖുർആനിലുള്ള പ്രതിവിധികൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കഴിയുന്നത് ഏതാണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടി ഇഖ്ലാസോടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതെല്ലാം ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടി തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് അറിയിക്കുക.